നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരാതിക്കാരി റസിയ തിരുവനന്തപുരത്തിനടുത്തുള്ള വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഭർത്താവ് അവരെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. നമുക്ക് റസിയെ വിളിക്കാം. വരൂ റസിയ, വരൂ. ശരിക്കും സ്ഥലം വെഞ്ഞാറമൂട്. എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞ റസിയുടെ? 21 വയസ്സിൽ. ആലോചിച്ചുറപ്പിച്ച കല്യാണം ആണല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? റസിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും ഇപ്പൊ 2 മക്കൾ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ കുഞ്ഞിലെ മരിച്ചുപോയി. കുഞ്ഞിലെന്ന് പറയുമ്പോ ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോ മരിച്ചുപോയി. അപ്പൊ അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛനെ കൊണ്ട് മാത്രം ഒക്കാത്തതുകൊണ്ട് രണ്ടാമത് അച്ഛൻ വിവാഹം കഴിച്ച് അതിലൊത്തിരി കഷ്ടപ്പെട്ട് അവര് നോക്കിയൊന്നും ഇല്ലായിരുന്നു. റസിയുടെ കൂടപ്പുറപ്പുകൾ എത്ര പേരുണ്ട്? ഞാൻ ഒരാളെ ഉള്ളൂ. രണ്ടാമത് കൊണ്ടുവന്നതിന് 2 പെൺപിള്ളേരുണ്ട്. അവര് നന്നായിട്ട് നോക്കത്തുള്ളൂ. അവര് ഇപ്പോഴൊക്കെ നല്ല സ്നേഹമാണ്. പണ്ടൊന്നും നോക്കത്തില്ലായിരുന്നു. കല്യാണമൊക്കെ നടത്തി വെച്ചത് അവര് സന്തോഷമായിട്ടൊന്നും അല്ല, അവര് എങ്ങനെയും പറഞ്ഞയക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ പറഞ്ഞയച്ച് പിന്നെ അവിടെ തൊട്ടേ കഷ്ടകാലം തന്നെയായിരുന്നു. എന്താ പേര് ഭർത്താവിന്റെ? ഭർത്താവിന്റെ ഒരു വിജയനെന്ന്. അദ്ദേഹം പിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജോലി നല്ല ജോലിക്ക് പോവും. 3.5 വർഷം വരെ നല്ല നോക്കുമായിരുന്നു. അന്വേഷിച്ച് എവിടെ എന്തെങ്കിലും കഷ്ടപ്പെട്ട് കൊണ്ടുതന്ന് നല്ല വിധം നോക്കുമായിരുന്നു. പിന്നെ എൻ്റെ വസ്തുവൊക്കെ വിറ്റ് 26 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിനെ വിറ്റ് വെളിയിൽ പോയി മസ്കറ്റിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഒരു അറിവും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ സഹോദരി 1000 രൂപയും കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ടെന്ന് പറയും. ഒരു ദിവസം പോലും ഒരു കത്ത് അയക്കാത്ത ആ മനുഷ്യൻ്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. അങ്ങനെ അവരങ്ങ് കൊണ്ടുപോയതിന് ശേഷം പിന്നെ യാതൊരു വിവരവും ഇല്ല. ഇതിനിടയ്ക്ക് വെച്ച് ഒരു 20,000 രൂപ അയച്ചു തന്നു. ആ അയച്ചു തന്ന കാശ് അവരെ ചേട്ടത്തി തന്നെ തിരിച്ച് വാങ്ങിച്ചുകൊണ്ടുപോയി. ഈ ചേട്ടത്തിയല്ല, വേറൊരു ചേട്ടത്തി വാങ്ങിച്ചുകൊണ്ടുപോയി. വാങ്ങിക്കൊണ്ടുപോയത് അത് ആർക്കോ കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന്. ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്ന വാക്കേ ഇദ്ദേഹം കേൾക്കുള്ളായിരുന്നു. അങ്ങനെ ഇരുന്ന് പിന്നെ എന്നും പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നെ വിളിക്കുകയോ കത്തയക്കുകയോ ഒന്നുമില്ല. എല്ലാം അവരെ ഈ ഒരു ചേട്ടത്തിയുടെ ആയിരുന്നു. അത് പനക്കോട്ടാണ് താമസിക്കുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. അവരെ 2 പേരെയും പഠിപ്പിച്ച് നല്ല നിലയിലാക്കി. പിന്നെ അവർക്കൊരു നല്ല വീടൊക്കെ വെച്ച് കൊടുത്ത് അവർ നല്ല ഇതുപോലെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ പേരൂക്കടയാണ് താമസിക്കുന്ന ഒരു മോൻ, ആ ചേട്ടത്തിയുടെ മോൻ. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും തരുന്നില്ല, ഇത്രയും കാലമായിട്ടും ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു, ഞങ്ങൾക്കൊരു 10 സെന്റ് സ്ഥലം തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ മോൻ കൂടെ പോയി എൻ്റെ മക്കളെയും കൊണ്ടുപോയി. അവിടെ 50 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം ചെന്ന് കണ്ട് ഇദ്ദേഹത്തെ കൂടെ വിളിച്ചുകൊണ്ട് പോയി കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് ആ മോൻ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് വെളിയിലോട്ട് പോയ സമയത്ത് പിന്നെ യാതൊരു വിവരവും ഇല്ല. പിന്നെ എൻ്റെ മക്കൾ പോവാതിരുന്നപ്പോൾ പിന്നെ ആകെ എന്ത് ചെയ്യും അങ്ങനെ ഇരുന്ന് വലിയ വിഷമത്തിലൊക്കെ ആയി. ഞാൻ എന്നും എനിക്ക് സങ്കടമേ ഉള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട് ചുമടൊക്കെ ചുമന്ന് ഞാൻ ആകെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തുന്നത്. 10 രൂപ കാശ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പോലും തന്നിട്ടില്ല. അങ്ങനെ ഒക്കെ ആയി. ഈ മോൻ ചെന്ന് വഴക്കുണ്ടാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറക്കി വിട്ട്, ആ വീട്ടിൽ നിന്ന് അവരിറക്കി വിട്ട് എല്ലാം അങ്ങ് ആയതിനു ശേഷം അവരെല്ലാം ഇറക്കി വിട്ടത് ഈ മോൻ ഇറക്കി വിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അതെങ്കിലും സാധിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കടത്തിണ്ണയിലും അങ്ങുഞ്ഞൊക്കെ താമസിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഒരു സഹോദരിയുടെ വീട്ടിലാണ്. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണത്തിനുള്ള വഴി ഒരുക്കി തരണമെന്ന് പറയും. അതിനെന്ത് തരാം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അനാവശ്യങ്ങൾ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറും. എന്നെ സഹോദരിമാരൊക്കെ നല്ല ഇതാണ്. അവരുടെ ബന്ധുക്കളും എല്ലാവരും അമ്മ ഇപ്പോൾ മരിച്ചുപോയി, 2 വർഷം ആവാൻ പോകണം. പക്ഷെ അമ്മയൊക്കെ നന്നാ നോക്കി. എനിക്ക് അമ്മയില്ലെങ്കിലും ആ അമ്മ എന്നെ നല്ലതുപോലെ നോക്കി. ചേച്ചിമാരൊക്കെ നല്ല രീതിയിൽ നോക്കി. സഹോദരിമാരെ മക്കളൊക്കെ നല്ല അന്വേഷിക്കാൻ നോക്കുകയും ഒന്നും തന്നില്ലെങ്കിലും അവർ അന്വേഷിക്കുമായിരുന്നു സുഖമാണോ എന്നുള്ളത്. അങ്ങനെ ഇരുന്ന് പല പ്രാവശ്യം പല സ്റ്റേഷനിലും ഞാൻ കേസ് കൊടുത്ത്. അവിടെ എങ്ങും ഒന്നും വില പോയില്ല. അന്നൊക്കെ നല്ല കാശുള്ള സമയമായിരുന്നു. അവിടെ കാശ് കൊടുത്ത് നിന്നിട്ടുണ്ട്.
ഇപ്പോൾ വിജയന്റെ അവസ്ഥ എങ്ങനെയാണ് സാമ്പത്തികമായിട്ട്? ഇപ്പോൾ സാമ്പത്തികം നല്ല സാമ്പത്തികമാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് വർക്ക് എടുത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ അതും പോയിട്ട് തട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, വാടക കൊടുക്കുന്നു. അല്ല, സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യുന്നു. അല്ല, സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഒന്നും 50 സെന്റ് സ്ഥലമുണ്ട്. അതിന്റെ റെക്കോർഡൊക്കെ എൻ്റെ കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഞാൻ കേസ് കൊടുത്തത് കഴക്കൂട്ടത്ത് വനിതാ കമ്മീഷനിൽ. അതല്ലാതെ കോടതിയിലൊന്നും കൊടുത്തിട്ടില്ല. കോടതിയിലൊന്നും കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. സാമ്പത്തികം വേണ്ടല്ലോ. കെൽസ പോലുള്ള നിങ്ങൾക്ക് അറിയാലോ, അതൊന്നും അറിഞ്ഞുകൂടാ, ഒന്നും അറിയില്ല. അല്ല, അറിയാൻ കൂടിയാണ്. ഇപ്പൊ കെൽസ പോലുള്ളത് ജില്ലാ ലെവലിലുണ്ട്, DLS ഉണ്ട്, താലൂക്ക് ലെവലുണ്ട്, താലൂക്ക് ലെവൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അവിടെ ഒക്കെ സൗജന്യമായിട്ട് നിയമസഹായം കൊടുക്കുന്ന വേദികളാണ്. അറിയില്ലായിരുന്നു. സ്ത്രീകളാണെങ്കിൽ സാമ്പത്തികം നോക്കുന്നതേ ഇല്ല. അവിടെയൊക്കെ അപ്രോച്ച് ചെയ്യാമായിരുന്നു, കുഴപ്പമില്ല. അവിടെയും ഞാൻ ഇദ്ദേഹം കൂടെ ചെന്നപ്പോഴും അവിടെയും എനിക്കാണ് ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അവരവിടെ അംഗീകരിക്കില്ല. അപ്പം ഇനി ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞ്, ഞാൻ അവിടെയും കാശ് കൊടുത്ത് നിന്നെന്ന് പറഞ്ഞ്. ഞാൻ കാശിലാണ് അവിടെ നിന്നത്. അന്നൊക്കെ നല്ല സാമ്പത്തികം. അവിടെ അവർ ഒരുമിച്ച് പോകണം, ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിഞ്ഞ് വിട്ട്. അതിന് മുന്നേ ആയിട്ട് ഞാൻ വെഞ്ഞാറമൂട്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് ചിലവിന് തരണം, എനിക്കൊത്തിരി കടമൊക്കെ ഉണ്ടായിരുന്നു, ആ കടമൊക്കെ തീർത്ത് തരണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് പറഞ്ഞ് എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് SI പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ അങ്ങും ഇങ്ങുമായിട്ട് താമസിച്ചാക്കൂല, അദ്ദേഹം വിളിക്കുകയില്ല, നല്ലൊരു മനുഷ്യനല്ലേ, വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മറ്റേ ചേട്ടത്തി വന്ന് രാവിലെ അവിടെ നിന്ന് കൊണ്ടുപോകണം, ചേട്ടത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. ചേട്ടൻ മരിച്ചു. അതിനുശേഷം ഇദ്ദേഹം അവിടെ ആയിരുന്നു. അങ്ങനെ ഈ ചേട്ടത്തി വന്ന് കൊണ്ടുപോകണം. ഞാൻ പോകില്ലെന്ന് പറഞ്ഞ് തർക്കിച്ചപ്പോൾ അമ്മ പറഞ്ഞ് മക്കൾ പിള്ളേർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പോവെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് ആഹാരം കഴിക്കൂല, ഞാൻ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കളയുമെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹവും കഴിക്കൂല. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടോട്ട് ഇട്ടിട്ട് ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ അവിടെ വീട്ടിൻ്റെ പണി നടക്കണം, വലിയൊരു വീട് ഇദ്ദേഹം വെച്ച് അതിൻ്റെ പണി നടക്കണം. ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് അങ്ങ് പണി നടത്തുകയാണ്. അങ്ങനെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ പണിക്ക് നിൽക്കുന്നവർക്കൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവർക്കൊക്കെ കൊടുക്കാനായിട്ട് വാങ്ങിക്കൊണ്ടുവരില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു 13 ദിവസമൊക്കെ എങ്ങനെയും പിടിച്ചു പറ്റി നിന്ന്. 13-ന് ഇദ്ദേഹം എന്താ പറഞ്ഞ് വന്നതും പോയതൊക്കെ ഇരിക്കട്ടെ, ഇനി നമുക്ക് നല്ലപോലെ താമസിക്കണം, കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ അംഗീകരിച്ച്, എൻ്റെ കുട്ടികളെ നോക്കി ഞാൻ അംഗീകരിച്ച്. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്ന കേട്ടപ്പോൾ ഈ ചേട്ടത്തി റൂമിൽ കിടന്നുകൊണ്ട് ഭയങ്കര വിളിയായിരുന്നു. അയ്യോ എനിക്ക് വയ്യേ, കാല് വേദന എടുക്കണേ, കൈ വേദന എടുക്കണേന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇദ്ദേഹം അങ്ങ് കൈവിട്ട് പോകുമെന്നുള്ളൊരു പേടിയായിപ്പോയി. അങ്ങനെ ഇവർ വിളിക്കുന്ന കേട്ടോണ്ട് പെട്ടെന്ന് എഴുതിച്ച് ഇദ്ദേഹം ചെന്ന് എന്തെന്ന് പറഞ്ഞു ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ കാല് വേദന എടുക്കണം, എനിക്ക് കാല് തടവിത്താന്ന് പറഞ്ഞിട്ട് കരച്ചിലും വിളിയുമായിരുന്നു. അപ്പോഴത്തന്നെ എന്തോ പറഞ്ഞ് തടവി കൊടുക്കാൻ പറഞ്ഞ്, കാലൊക്കെ തടവാൻ പറഞ്ഞു. ഒന്നും ചിന്തിക്കാതെ ഞാൻ അവരെ കാലൊക്കെ തടവി കൊടുത്ത് എന്നിട്ട് ചൂട് വെള്ളം ഇട്ട് കൊടുന്ന് പറഞ്ഞു. വെള്ളം ഇട്ട് കൊടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞാൽ അവരെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് നോക്കാൻ പറ്റൂല, നിങ്ങൾ തന്നെ നോക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. വെളുക്കുന്നത് വരെ അദ്ദേഹം അവരെ കാത്തു കെട്ടി അവിടെ ഇരുന്ന്. എന്നിട്ട് ഞാൻ ഇനി രാവിലെ ഇറങ്ങി അവരെ സഹോദരൻ്റെ പറഞ്ഞ് ഇതേപോലെയാണ്, അവർ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല, എന്നെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വസ്തുവിൽ വീട് വെച്ച് താമസിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആ സഹോദരൻ വന്ന് രണ്ടുപേരെ അടിച്ച്, നീ ആ കുട്ടിയെ കൊണ്ടുവന്നിരുന്ന് എന്തേടാ കാണിക്കണ, ഇവളോടെ താമസിക്കോളാന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരെ അടിച്ച് അന്ന് പിറ്റന്ന് വൈകുന്നേരം വരെ ഞാൻ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് അമ്മാവി വീട്ടിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ ഇദ്ദേഹം കൂടെ വന്ന് ഞങ്ങളവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോന്നവർക്ക് ഒരു 5 ദിവസം വരെ തിരിഞ്ഞു നോക്കിയതേ ഇല്ലായിരുന്നു. അങ്ങനെ ഇയാളെ നാത്തൂൻ്റെ ഭർത്താവ് പറഞ്ഞ് എന്നാ ഇങ്ങനെ അങ്ങ് വിട്ടാക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു പറഞ്ഞ് എത്രയും പെട്ടെന്ന് നീ ഇവിടെ വരണം, ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് വിരട്ടി വിളിച്ചപ്പോൾ ഇനി ഇവിടെ വന്നും കൊണ്ട് എന്നെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കി, നിന്നെ കാരണം എനിക്ക് ജീവിക്കാൻ ആക്കൂലെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അണ്ണൻ കുറച്ച് നാൾ അവിടെ നിർത്തിയിരുന്നു. ഈ നാത്തൂൻ്റെ ഭർത്താവ് അവിടെ നിർത്തിയിട്ട് പറഞ്ഞ് നീയും കുട്ടികളും കൂടെ ഇവിടെ നില്ല്, ഞങ്ങൾ കുറച്ച് കുടിക്കുമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല, ഒന്നും തന്നിട്ടുമില്ല. ഇതിപ്പോൾ കഴിഞ്ഞത് ഒരു 10 വർഷമെങ്കിലും ആവും. 10 വർഷമായിട്ട് ആളെവിടെയാണ്?
ആള് വെളിയിലും നാട്ടിലും വെളിയിൽ ഏത് ഗൾഫിലോ ആ ഏത് രാജ്യം? മസ്കറ്റില്. മസ്കറ്റിലോ? ഇപ്പോഴും മസ്കറ്റിലുണ്ടോ? മസ്കറ്റിലായിരുന്നു, ഇപ്പൊ 2 വർഷം കൊണ്ട് നാട്ടിലുണ്ട്. ഇവിടെ ഉണ്ട്. എഴുത്തോ അയക്കോ ഫോൺ ഒന്നുമില്ല, യാതൊന്നുമില്ല. ഇതിനിടയ്ക്ക് 4 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം പോയി, 4 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം 4ാമത്തെ വർഷമാണ് വരുന്നത്. വന്ന് രാത്രി 12 മണിക്ക് കുറേ ആൾക്കാരെയായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു. ഒരു കുഞ്ഞു വീട് അച്ഛൻ വെച്ച് തന്ന്, ഇത് 26 സെൻറ്റ് സ്ഥലം കൊടുത്ത് അതിനെ വിറ്റ് ആണ് വെളിയിൽ പോണത്. പോയതിന് ശേഷം അതിനുശേഷം എനിക്ക് അച്ഛൻ 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും വെച്ച് തന്നു. അവിടെ വീണ് ഞാൻ കാലൊടിഞ്ഞ് എനിക്ക് കുറേ കാലം ജോലിക്ക് പോകത്തില്ല. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് അച്ഛന് സുഖമില്ലാതെ BP മണ്ടയ്ക്ക് കയറി, ഞരമ്പിന് പ്രശ്നമായി. പിന്നെ എഴുതിക്കുക നടക്കുകയൊന്നും ഇല്ലായിരുന്നു. അതുവരെ നല്ല രീതിയിൽ അച്ഛൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഒന്നിനും ഒരു വഴിയില്ലാതെ വീണ് കാലൊടിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ. നാട്ടുകാർ, അയൽവക്കക്കാർ കൊച്ചുങ്ങളെ നോക്കും, എനിക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊണ്ട് തരും. പിന്നെ അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കടം കയറി. കുട്ടികളെ പഠിപ്പിക്കാനൊന്നും നിർത്തിയില്ല, കടവും കയറി. ഒരു 70,000 രൂപയ്ക്ക് 10 സെൻറ്റ് വിറ്റ് കടം തീർത്ത്. ഒരു 40,000 രൂപയോളം കടം ഉണ്ടായിരുന്നു. ബാക്കി ആ പൈസയും കൊണ്ട് നമ്മളിവിടെ കാഞ്ഞിരംപാറ, വട്ടിയൂർക്കാവ് കാഞ്ഞിരംപാറ വന്ന് 4 വർഷത്തോളം അവിടെ താമസിച്ച്. അവിടെ താമസിച്ചാണ് മോനൊരു ജോലി കിട്ടി. പിന്നെ 2ാമത്തെ മോനെ +2 വരെ പഠിപ്പിച്ച്. ഇപ്പം 2ാമത്തെ മോൻ പെയിൻറ്റിങ്ങിന് പോകണം. 3ാമത്തെ മോന് ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. പിന്നെ അവർ പറയണ അച്ഛൻ്റെ യാതൊരു ഇതും വേണ്ട, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ വാങ്ങിക്കൊള്ളണമെന്നാണ് പറയണത്. ഈ മക്കളെ പേരെന്തോന്നു പോലും ഈ അച്ഛൻ അറിയില്ല. അതിന് പറയുന്നത് ഞാൻ വീട്ടിൽ വന്നിട്ട് 22 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. എന്നിട്ട് മരിക്കാൻ സമയമായപ്പോൾ അച്ഛൻ 14 സെൻറ്റ് സ്ഥലം കൂടെ ഇപ്പോൾ എഴുതി തന്നത്. അത് മറ്റ് 2 അനിയത്തിമാർക്കൊന്നും കിടക്കാൻ സ്ഥലമില്ല. അവരും ഇതുപോലെ 5 സെൻറ്റ് സ്ഥലത്തിലൊക്കെയാണ് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭർത്താവ് 2 പേരും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഒരാൾ തൂങ്ങി മരിച്ചു, ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചു. അങ്ങനെ അപ്പോൾ അവർക്ക് ആരുമില്ല. അപ്പോൾ ഇത് എനിക്ക് മാത്രം ഒരു പെൺകുട്ടിയുണ്ട് അതിൽ അയക്കാനായിട്ട്, 17 വയസ്സായിരിക്കുന്നു. അപ്പോൾ ഇതും അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ എനിക്കത് വാങ്ങിച്ച് എൻ്റെ മക്കൾക്ക് മാത്രം അത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ അത് ഒരിക്കലും ദൈവദോഷം കിട്ടും. അപ്പോൾ എന്തെങ്കിലും ആ പെൺകുട്ടിക്ക് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഇപ്പോഴും ഞാൻ സ്വന്തമായിട്ടൊരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെയും ഒരുമിച്ച് താമസിക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിളിച്ചപ്പോൾ എൻ്റെ പറയണ വാടകയ്ക്ക് വീടെടുത്തിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കൂല എന്ന് പറഞ്ഞു. വാടകയ്ക്ക് വീട് എടുത്ത് വരാൻ ആക്കൂല, ഒരു വീട് വെച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പിള്ളേർ വന്നില്ലെങ്കിലും ഞാൻ വല്ലപ്പോഴെങ്കിലും വരാം, ഞങ്ങളെ കാര്യം നോക്കണം. പക്ഷെ ഒരിക്കലും നോക്കുകയില്ല, ചിലവിന് തരികയില്ല. ഇപ്പോൾ ഒരു 6 മാസത്തിനകത്ത്. അപ്പൊ അദ്ദേഹത്തിന് സ്വന്തം വീടില്ലേ? നേരത്തെ വീട് വെച്ചിട്ടില്ലേ? വീട് വെച്ചത് ചേട്ടത്തിയുടെ വസ്തുവില്. ഓ, എല്ലാം ചേട്ടത്തിക്കാ കൊടുത്തത്. അപ്പൊ അവിടെ അവര് താമസിക്കും. ഒരു കുറഞ്ഞത് ഒരു 10, 15, 17 വർഷമെങ്കിലും പുറത്തായിരുന്നു. ഈ ഉണ്ടാക്കിയത് അത്രയും അവർക്കാണ് കൊടുത്തത്. ഞാൻ ചെന്ന് കണ്ടതാണ്. ഇപ്പൊ എന്താ ആവശ്യം? എനിക്കിപ്പോ എനിക്കൊരു വീട് വയ്ക്കണം, 5 ലക്ഷം രൂപ വേണം. അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം എൻ്റെ കുട്ടികൾക്ക് 2 പേർക്കും കൂടി 10 സെൻറ്റ് സ്ഥലം എഴുതി കൊടുക്കണം. അദ്ദേഹത്തിന്റെ വസ്തുക്കളുണ്ടല്ലോ. ഉണ്ട്, 50 സെൻറ്റ് സ്ഥലമുണ്ട്. 5 ലക്ഷം രൂപ വരണം എങ്കിൽ ഞങ്ങൾ അതിലൊരു വീട് വയ്ക്കും. എനിക്കല്ല ഒരു മാർക്കവും ഇല്ല. ഈ മൂത്ത കുട്ടിക്ക് 26 വയസ്സാവാൻ പോണ്. നമുക്കൊരു കാര്യം ചെയ്യാം സാർ, വിജയനെ വിളിക്കാം. റസിയുടെ ഭർത്താവ് വിജയൻ വന്നിട്ടുണ്ട് സാർ. വരൂ വിജയ്. അറിയാറില്ല എന്താന്ന്? കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഒന്നുമില്ല. അവർക്ക് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അർഹമായിട്ടുള്ള വസ്തുക്കളും കാര്യങ്ങളും അവർക്ക് കിട്ടണം വിജയന്റെ എന്നുള്ളതാണ് പരാതി തന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. വിജയൻ അവരെ സംരക്ഷിച്ചിട്ടില്ല, കാര്യമായിട്ട് വീട്ടിൽ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് സംരക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ ഇവിടെ 92-നാണ് വെളിയിൽ പോകണം, ഗൾഫിൽ. അതായത് 92 ഡിസംബർ 5-ാം തീയതിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അന്ന് ബാബറി മസ്ജിദ് പള്ളി പൊളിച്ച പ്രശ്നം നടന്നുകൊണ്ട് ടിക്കറ്റ് കൺഫേം ആയില്ല. അങ്ങനെ 9-ാം തീയതി സൈക്കിളിലാണ് എയർപോർട്ടിൽ നിന്ന് പോയത്. പോയി ഞാൻ ഈ വസ്തു വിറ്റെന്ന് പറയുന്നത് ചുമ്മയാണ്. ഞാൻ ആ വസ്തു വിൽക്കുന്ന സമയത്ത് ഇവിടെ അച്ഛനും ഇവിടെ കൂടെ വിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ബോംബെയിലാണ്. ഏത് വസ്തു കൊടുത്തെന്ന് പറഞ്ഞു? 26 സെന്റ് പേരിടം. 26 സെന്റ്. അതിൽ അങ്ങനെയല്ല ആദ്യം വാക്ക് പറഞ്ഞിട്ടുള്ളത്. 26, 36 സെന്റാണ് പറഞ്ഞിട്ടുള്ളത്. 10 സെന്റ് എൻ്റെ പേരിലും 26 സെന്റ് അവളുടെ പേരിലും.
അതിന് ഫ്രണ്ട് ബാക്ക് റോഡ് സൈഡിൽ 10 സെൻറ്റ് ഇവരാദ്യമേ കൊടുത്തപ്പോൾ ഞാൻ നാട്ടിലുണ്ട്. അപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ സഹിച്ച്. അത് കഴിഞ്ഞ് 26 സെൻറ്റ് വസ്തു വിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ല, ബോംബെയിലാണ്. ഞാൻ വന്നപ്പോൾ വിറ്റ് പൈസ ബാങ്കിലിട്ടുന്നു എന്ന് പറഞ്ഞ് ശരി, ഞാൻ ഒന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തതിന് ഞാൻ 7 സെൻറ്റ് പെരയിടം വാങ്ങിയായിരുന്നു എൻ്റെ വീട്ടിനടുത്ത് പെരയിടം വാങ്ങി. അപ്പോൾ എൻ്റെ വീട്ടുകാരൻ ഞാൻ മറ്റത്ര ഇല്ലാതായത് അവൾ മുഖേന തന്നെയാണ്. അതായത് വീട്ടിലെന്നും ഒരു പ്രശ്നങ്ങളാണ് അമ്മയോട്. അതൊക്കെ ഞങ്ങൾ പ്രത്യേകം വാടകയ്ക്ക് താമസിച്ചുകൊണ്ടാണ് വീട് വയ്ക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ വാടകയ്ക്ക് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഈ 7 സെൻറ്റ് പെരയിടം വാങ്ങി ഞാൻ അതിലൊരു വീട് വെച്ച് ഒരു മേടം 9-ാം തീയതിയാണ് താമസമാണ്. പിറ്റേ മേടം 10-നകത്ത് അത് വിൽക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേട്ടന് ഇവരും പൈസ കൊടുത്തായിരുന്നു, എൻ്റെ കുഞ്ഞമ്മേരെ മോന്. അപ്പോൾ ഞാൻ ഗൾഫിൽ കൊണ്ടുപോകുന്നുള്ള ഇതിലല്ല കൊടുത്തത്, തുച്ഛ പൈസ കൊടുത്തിട്ടുള്ളൂ 5000 രൂപ. അങ്ങനെ ടിക്കറ്റിന് പൈസ അല്ലെന്ന് പറഞ്ഞാൽ 5000 രൂപ കൊടുത്തു. അത് ഇവിടെ പൈസ എടുത്തല്ല കൊടുത്തത്, ഈ പെരയുടെ വിറ്റ പൈസയല്ല. എനിക്ക് ഫർണിച്ചർ വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിയ പൈസ മിച്ചമുണ്ടായിരുന്നു, ഞാൻ 5000 രൂപ എടുത്ത് കൊടുത്ത് ഈ കുഞ്ഞമ്മേരെ മോൻ പോയി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു പേപ്പർ അയച്ചു. അപ്പോൾ ഞാൻ പൈസ കൊടുക്കുന്നില്ല, ടിക്കറ്റിന് എൻ്റെ പൈസ ഇല്ലായിരുന്നു, ഞാൻ വേറെ മറിച്ച് ടിക്കറ്റ് എടുത്ത് പോയി. അപ്പോൾ വീട് വെച്ചപ്പോൾ തന്നെ ഇവിടെ വസ്തു വിറ്റ പൈസ കംപ്ലീറ്റ് ചെയ്ത് തികഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ അപ്പച്ചി ഒരാളുണ്ടായിരുന്നു, അച്ഛൻ്റെ പെങ്ങൾ, അവരെന്നും കൂടെ കടം വാങ്ങിയാണ് ഞാൻ വീട് വലിച്ചാൽ ഒന്നിക്കുന്നത്. എന്നിട്ട് ഓലയും കിട്ടി അതിൽ 1 വർഷം താമസിക്കുന്നു. ഇനി ഞാൻ ഗൾഫിൽ പോയി 92 ഡിസംബർ 9 പോയി. അവിടെ ചെന്ന് എനിക്കറിയില്ലായിരുന്നല്ലേ ഇങ്ങനെ പറ്റിപ്പാണെന്നോ അറബികൾ ഇങ്ങനെയുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം പോവുകയാണ്. അവിടെ ചെന്ന് 6 മാസം അറബിയിലെടുത്ത് പണി ചെയ്ത് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് അന്ന് 1000 രൂപ ഇവിടെ അയക്കണമെങ്കിൽ 33 റിയാൽ വേണം. അന്ന് ശമ്പളം 3 റിയാലേ ഉള്ളൂ, ഒരു ദിവസത്തെ ശമ്പളം 3 റിയാലാണ്. 33 റിയാൽ വേണം ഒരു 1000 രൂപ ഇവിടെ അയക്കണമെങ്കിൽ. ഈ 3 റിയാൽ ശമ്പളം കിട്ടിയാൽ എൻ്റെ ചിലവ് തന്നെ 1 റിയാലിന് പുറത്ത് പോകും. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് സഹിച്ച് ചാടി. അപ്പോൾ പഴയ ആൾക്കാർ പറഞ്ഞ് കമ്പനി നിൽക്കുന്നതിനേക്കാളും ചാടിയാ കൂടുതൽ പൈസ കിട്ടുന്നത്. എനിക്കറിയില്ലല്ലോ. ഞാൻ ചാടി ഒരിടത്തും പണിയില്ല. ഇതിന് പണി ചെയ്ത മലയാളികളാണ് കംപ്ലീറ്റ് പറ്റിപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ വെള്ളം ടാങ്കിനടിക്കുന്ന മക്കീനെ പെരയ്ക്കകത്ത് ഞാൻ ഒളിച്ചു കിടന്നിട്ടുണ്ട്. അതിന് പുറത്തിറങ്ങി പണിയാക്കില്ല, ലേബർ പിടിക്കും ചെക്കിങ്ങുള്ള സമയത്ത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് പോയി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3000 രൂപ അയച്ചായിരുന്നു. അതയച്ച് അവിടെ പേരിൽ അക്കൗണ്ട് നമ്പർ എനിക്കറിയില്ല, അക്കൗണ്ട് നമ്പർ ഞാൻ കൊണ്ടുപോയിട്ടുമില്ല. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ചേട്ടൻ്റെ ഭാര്യയുടെ പേരിലാണ് അയച്ചത്. അങ്ങനെ അവരെ പേരിൽ അയച്ചെന്ന് പറഞ്ഞ് കുറച്ച് നാൾ ഇഷ്യൂ ആക്കി എടുത്ത് അങ്ങനെ നടന്നു. നിനക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടോ എൻ്റെ കൂടെ? കൊല്ലാനാ? ജീവിത സമസ്യകളുടെ നേർക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ജീവിതം സാക്ഷി 400 അധ്യായങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കൈരളി ടിവിയും കേരള നിയമസഹായ സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ അദാലത്തിലൂടെ സങ്കടമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ് സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ അനേകം. ഈ വിജയം ഞങ്ങൾ അവർക്കായി സമർപ്പിക്കുന്നു. കെൽസയും കൈരളി ടിവിയും ചേർന്ന് സംയുക്തമായി ആരംഭിച്ച ജീവിതം സാക്ഷി എന്ന ഈ ലോക അദാലത്ത് വിജയകരമായി 400 എപ്പിസോഡ് പിന്നിടുകയാണ്. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും നല്ല നല്ല നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഈ പരിപാടിയുടെ വിജയത്തിന് പ്രധാന കാരണം. ഇവിടെ വന്നിട്ടുള്ള എത്രയോ കുടുംബ പ്രശ്നങ്ങൾ, എത്രയോ കാര്യങ്ങൾ, പലതരത്തിൽ വിവിധ തരത്തിൽ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല വിചിത്രമായ പ്രശ്നങ്ങളും ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെയും ഈശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി നല്ല രീതിയിൽ ഒത്തുതീർപ്പിലാക്കാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് ഏവർക്കും അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഈ വിജയം നിങ്ങളും ഞങ്ങളും നമ്മളൊരുമിച്ച് കേക്ക് വെട്ടി അല്ലെങ്കിൽ കേക്ക് മധുരം കഴിച്ച് ആഘോഷിക്കുകയാണ്. താങ്ക് യു.